മലയോര കുടിയേറ്റ മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ മടമ്പത്ത് അക്ഷര വെളിച്ചത്തിന്റെ നിറദീപമായി 1945 ഫെബ്രുവരി 1 പരിശുദ്ധ ലൂർദ് മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ മടമ്പം മെയിൻലാൻഡ് ഹൈസ്കൂൾ അതിന്റെ ജൈത്രയാത്രയുടെ 81ാം വാർഷികം ഫാബുല 2K26 ആഘോഷിക്കുകയാണ്. ആദ്യകാല കുടിയേറ്റ മാതാപിതാക്കളുടെ ചോരയും നീരും ആവോളം ഒഴുക്കപ്പെട്ട് മടമ്പം എന്ന കുടിയേറ്റ മണ്ണിൽ ഒട്ടനവധി സുമനസ്സുകളുടെ സ്നേഹവാത്സല്യ പരിചരണങ്ങളുടെ ചൂടും ചൂരുമേറ്റ് വളർന്നു വികസിച്ച ഈ വിദ്യാലയം ഇന്ന് നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ 46 ഡിവിഷനുകളിലായി 1450 വിദ്യാർത്ഥിനികളും 60 അധ്യാപകേതര ജീവനക്കാരും അടങ്ങുന്ന വലിയൊരു യൂണിറ്റായി നിലകൊള്ളുന്നു. കഴിഞ്ഞ 2 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്നും ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിൻസി ജേക്കബ് SVM സ്ഥലം മാറി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലേക്ക് പോയപ്പോൾ ഉഴവൂർ OLL ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്ന ശ്രീ ഷാജു ജോസഫ് ഈ സ്കൂളിന്റെ പ്രഥമാധ്യാപകനായി സ്ഥലം മാറി വന്നു. അതുപോലെ ശ്രീ ഷിജുമോൻ CC, ശ്രീമതി ബിൻസി K ചാണ്ടി, ശ്രീ ബിപിൻ ദാസ്, ശ്രീ അനിൽ ജോയ്, ശ്രീ ജോസ് പ്രിൻസ്, ശ്രീമതി ഷെൽമിയ ജോയ് എന്നീ അധ്യാപകർ സ്ഥലം മാറിയപ്പോൾ ശ്രീ ലിബിൻ K കുര്യൻ, ശ്രീമതി കലാ സക്കറിയ, ശ്രീമതി സ്റ്റാൻസി ജോയ്, സിസ്റ്റർ ഷൈനി ജോസഫ്, ശ്രീ മനു മാത്യു, ശ്രീമതി സിയോണ ജേക്കബ്, ശ്രീമതി ബർണ മരിയ മാത്യു, ശ്രീമതി മരിയ ചാക്കോ, ശ്രീമതി ജ്വാല മരിയ സുരേഖ്, ശ്രീമതി അതുല്യ റജി, ശ്രീമതി എബിനിഷ ടോമി, ശ്രീ അഖിൽ സുരേഖ്, ശ്രീ അഖിൽ ടോമി, ശ്രീമതി രസ്ന ടി ജോൺ, ശ്രീമതി അക്ഷിത CV എന്നീ അധ്യാപകരും ശ്രീമതി ദീപ ജേക്കബ് ഓഫീസ് അസിസ്റ്റന്റായും ശ്രീമതി ശാരിക MB സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായും ചുമതലയേറ്റു. കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെയും മാർ ജോസഫ് പണ്ടാരിശ്ശേരിൽ പിതാവിന്റെയും കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് പുതിയകുന്നേൽ അച്ഛന്റെയും സ്കൂൾ മാനേജർ റവറൻ ഫാദർ സജി മെത്താനത്ത് അച്ഛന്റെയും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഹെഡ്മാസ്റ്റർ ശ്രീ ഷാജു ജോസഫ് ഈ വിദ്യാലയത്തിന് നേതൃത്വം നൽകി വരുന്നു. പ്രവേശനോത്സവം 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ 2025 ജൂൺ 2 നടത്തി. സ്കൂൾ മാനേജറും PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് LKG മുതൽ വിവിധ ക്ലാസുകളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളെ ഘോഷയാത്രയുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചു. അന്നേ ദിവസം SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ 37 കുട്ടികളെയും മെമന്റോ നൽകി ആദരിച്ചു. സ്റ്റാഫ് കൗൺസിൽ അധ്യയന വർഷാരംഭത്തിൽ തന്നെ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് ചുമതലാ വിഭജനം നടത്തി. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ റോയ്മോൻ ജോസിനെയും ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി മിനി ജോസഫിനെയും തിരഞ്ഞെടുത്തു. PTA 19/6/2025 PTA ജനറൽ ബോഡി കൂടുകയും ശ്രീ സജി കുര്യൻ ഞർലക്കാട്ട് PTA പ്രസിഡന്റായും ശ്രീ മനോജ് മാത്യു വൈസ് പ്രസിഡന്റായും ശ്രീമതി ആഷ മായ മദർ PTA പ്രസിഡന്റായും ശ്രീമതി ലീന MB മദർ PTA വൈസ് പ്രസിഡന്റായും ശ്രീ റെജി മാത്യു, ശ്രീ സിജു M എന്നിവരെ PTA ഓഡിറ്റേഴ്സ് ആയും തെരഞ്ഞെടുത്തു. സ്കൂളിന്റെ നാനാവിധ പുരോഗതിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മടമ്പം മെയിൻലാൻഡ് ഹൈസ്കൂളിലെ PTA കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്കൂൾ പാർലമെന്റ് ജനാധിപത്യ നടപടിക്രമങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനാവും വിധം സുതാര്യമായ ഒരു ഇലക്ഷൻ നടപടിക്രമം നമ്മളുടെ വിദ്യാലയത്തിൽ നടന്നുവരുന്നു. ഈ വർഷത്തെ സ്കൂൾ ലീഡറായി മാസ്റ്റർ മുഹമ്മദ് സമീലും ചെയർപേഴ്സണായി കുമാരി ആൻ മരിയ ബിജുവും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ലൈബ്രറി ശ്രീമതി ഉഷാമോൾ തോമസിന്റെ നേതൃത്വത്തിൽ 4567 പുസ്തകങ്ങളോട് കൂടിയ ഒരു സ്കൂൾ ലൈബ്രറി നമുക്കുണ്ട്. സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ചകളിൽ തന്നെ എല്ലാ കുട്ടികൾക്കും പുസ്തകങ്ങൾ നൽകുകയും 2 ആഴ്ചയിൽ ഒരിക്കൽ പുസ്തകം കൈമാറാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന കുട്ടിക്ക് പുസ്തക പ്രതിഭാ സമ്മാനവും നൽകുന്നു. അമ്മ വായന അമ്മമാരുടെ വായനയെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന അമ്മമാർക്കും പുസ്തക പ്രതിഭാ സമ്മാനം നൽകുന്നു. ഉച്ചഭക്ഷണ പദ്ധതി കേരള സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രുചികരമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും എല്ലാ ദിവസവും 2 കറികൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളും സവിശേഷ ദിവസങ്ങളിൽ നോൺ വെജും പായസവും നൽകി വരുന്നു. ശ്രീ റൂബിൻ സ്റ്റീഫൻ, ശ്രീമതി നീനു ജോസ്, ശ്രീമതി അഞ്ചു റോയ്, ശ്രീ സജി എബ്രാഹിം, ശ്രീ സിറിയക് എബ്രാഹിം എന്നിവരുടെ മികവുറ്റ നേതൃത്വവും പാചകം ചെയ്യുന്ന പുഷ്പ ചേച്ചിയുടെയും കാർത്തിക ചേച്ചിയുടെയും അർപ്പണ മനോഭാവവും സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറ്റമറ്റതാക്കുന്നു. പഠന വിനോദയാത്ര വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിന്റെയും എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ 113 കുട്ടികളും 12 അധ്യാപകരും മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്ക് 2 ദിവസത്തെ പഠനയാത്ര നടത്തി. 1 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഏകദിന പഠനയാത്രാ നടപടികൾ പുരോഗമിച്ചു വരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി 2025-26 വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം കോമഡി സ്റ്റാർ ഫെയിം റവറൻ ഫാദർ ജിതിൻ വയലുങ്കൽ നിർവഹിച്ചു.
ആടിയും പാടിയും അന്നേ ദിവസം മനോഹരമാക്കി തീർത്ത ജിതനച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശ്രീമതി ജ്വാല മരിയ സുരേഖിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വിദ്യാരംഗം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. NCC ശ്രീ ബിജു തോമസ് സാറിന്റെ നേതൃത്വത്തിൽ 100 അംഗ NCC യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളിൽ ദേശസ്നേഹം വളർത്താനും സ്വയം അച്ചടക്കബോധം ഉണ്ടാക്കാനും ഉതകുന്ന അന്താരാഷ്ട്ര യോഗാ ദിനം, സ്വാതന്ത്ര്യ ദിനാഘോഷം, വന്ദേമാതരം ദേശീയ ഗീതത്തിന്റെ 150ാം വാർഷികാഘോഷം, നവംബർ 24-ൽ NCC ഡേയുടെ ഭാഗമായ റൺ ഫോർ ഹെൽത്ത്, വേൾഡ് എയ്ഡ്സ് ഡേ എന്നീ പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടു. കേഡറ്റുകൾ സമാഹരിച്ച 15,000 രൂപ ഉപയോഗിച്ച് ഇരിക്കൂർ BRCയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഡൈഫേഴ്സ് നൽകാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെ അറിയിക്കട്ടെ. സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളിൽ സാമൂഹ്യ നന്മയും ധാർമ്മിക ചിന്തകളും രാജ്യസ്നേഹവും വളർത്തിയെടുക്കുക, പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ജീവിത നൈപുണികൾ പരിശീലിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഈ സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ബുൾബുൾ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. ഇരിക്കൂർ സബ് ജില്ലയിലെ തൃതീയ സോപാൻ ക്യാമ്പിന് വേദിയാകുവാൻ മടമ്പം സ്കൂളിന് സാധിച്ചു എന്നത് അഭിമാനത്തോടെ അറിയിക്കട്ടെ. വിവിധ സ്കൂളുകളിൽ നിന്നായി 600ഓളം കുട്ടികൾ പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുത്തു. ശ്രീ സിറിൽ സിറിയക്, ശ്രീ ജോസ്മോൻ മാത്യു, ശ്രീ നിധിൻ ജോസ് എന്നീ അധ്യാപകർ സ്കൗട്ട് യൂണിറ്റിന്റെയും, ശ്രീമതി ഷീബ തോമസ്, ശ്രീമതി മിനിമോൾ ജോസഫ് എന്നിവർ ഗൈഡ് യൂണിറ്റിന്റെയും, ശ്രീമതി ജസ്മി ജോസഫ് ബുൾബുൾ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. JRC ശ്രീ ബിബിൻ അലക്സ്, ശ്രീമതി തങ്കമ്മ പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ JRC യൂണിറ്റ് ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം, മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് മോചന പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങളെപ്പറ്റിയുള്ള അറിവ് നേടുക, സാന്ത്വന പരിചരണത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ട്രാഫിക് നിയമങ്ങൾ എന്താണെന്നും അവ എങ്ങനെ അനുസരിക്കണമെന്നും മനസ്സിലാക്കുക, മരം ഒരു വരം എന്ന സന്ദേശം ഉൾക്കൊണ്ട് കേഡറ്റുകൾ അവരവരുടെ വീടുകളിൽ മരം നട്ട് പരിപാലിക്കുക തുടങ്ങി ഒട്ടേറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് വിവര സാങ്കേതിക വിദ്യയുടെ സത്ഫലങ്ങൾ കുട്ടികളിലും വീടുകളിലും പൊതുസമൂഹത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ലിറ്റിൽ കൈറ്റ്സ് നമ്മുടെ സ്കൂളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. 8-9 ക്ലാസ്സുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി പ്രത്യേക പരിശീലനം നൽകുന്നു. ശ്രീ ലിബിൻ K. കുര്യൻ, സിസ്റ്റർ ഷൈന എന്നിവർ ലിറ്റിൽ കൈറ്റ്സിന്റെ സ്കൂൾ തല പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നു. കുട്ടികളുടെ അധ്യയന സമയം നഷ്ടപ്പെടുത്താതെ പരമാവധി ഒഴിവു സമയങ്ങളിലും ദിവസങ്ങളിലുമാണ് പരിശീലനം ചിട്ടപ്പെടുത്തുന്നത്. കായിക രംഗം വർണ്ണാഭമായി നടത്തിയ സ്കൂൾ കായികമേളയും സുബ്രതോ ഫുട്ബോൾ, കബഡി, ഖോ-ഖോ എന്നീ മത്സരങ്ങൾക്ക് ആതിഥ്യമരുളാനും മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും കായിക രംഗത്ത് കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭിക്കുവാൻ കായികാധ്യാപിക ശ്രീമതി മിനി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ ചിട്ടയായി പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം സബ് ജൂനിയർ ഖോ-ഖോ, കബഡി മത്സരങ്ങൾക്ക് വിജയികളാകാൻ നമുക്ക് സാധിച്ചു. ശ്രീ മനോജ് ജെയിംസ്, ശ്രീമതി റോജ ടോമി എന്നിവരുടെ ശിക്ഷണത്തിൽ 1 മുതൽ 9 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ബാസ്കറ്റ്ബോൾ പരിശീലനം നൽകുന്നു. കലാശാസ്ത്രമേളകൾ, കലോത്സവം, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ സബ് ജില്ലാ തലത്തിൽ സമ്മാനാർഹരായി ജില്ലാ മത്സരങ്ങളിലേക്ക് കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. കാർത്തിക് S. ദേവ്, ഫാത്തിമ PP, ആൻ മരിയ ബിജു, ആൽവിൻ ടോം വിൻസൺ എന്നിവർ വ്യക്തിഗത ഇനങ്ങളിലും മാർഗംകളി, നാടൻപാട്ട്, സംഘനൃത്തം എന്നീ ഗ്രൂപ്പ് ഇനങ്ങളിലും നമുക്ക് A ഗ്രേഡ് നേടുവാൻ സാധിച്ചു. സമ്മാനാർഹരായ എല്ലാ കുട്ടികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് പരിശീലിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഇത്തരുണത്തിൽ അഭിനന്ദിക്കുന്നു. മൂല്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾ കുട്ടികളിൽ സന്മാർഗ ചിന്തകൾ വളർത്തുന്നതിനായി ശ്രീമതി ലിറ്റോ ജോസഫ്, ശ്രീമതി ജീനു ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ മോറൽ സയൻസ് ക്ലാസുകൾ നടത്തിവരുന്നു. തിരുഹൃദയ തിരുനാളിലെ വിദ്യാലയ പ്രതിഷ്ഠ, ഒക്ടോബറിലെ ജപമാല, വിശുദ്ധ കുർബാന എന്നിവയോടൊപ്പം മൂല്യാധിഷ്ഠിത ക്ലാസുകളും കുട്ടികൾക്ക് നൽകി വരുന്നു. ആഘോഷങ്ങൾ പരിസ്ഥിതി ദിനം, വായനാ ദിനം, സ്വാതന്ത്ര്യ ദിനം, അധ്യാപക ദിനം, ശിശുദിനം, ബഷീർ ദിനം, ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങൾ വിപുലമായി നടത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി നടത്തിയ മാവേലി, മലയാളി മങ്ക മത്സരവും അത്തപ്പൂക്കളവും ഓണസദ്യയുമെല്ലാം പൊതുജനശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രവർത്തനങ്ങൾ ആയിരുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും PTA-യുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ ഏതാണ്ട് 2000-ഓളം പേർക്ക് ഓണസദ്യ ഒരുക്കാൻ സാധിച്ചത് നമ്മുടെ കൂട്ടായ്മയുടെ ഉദാഹരണമാണ്. അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിക്കാൻ മുൻപോട്ട് വന്ന PTA കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥത പ്രത്യേകം പ്രശംസിക്കുന്നു. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന LP വിഭാഗത്തിന്റെ പാപ്പാ മത്സരവും പ്രീ പ്രൈമറി കുട്ടികളുടെ ഡാൻസും കരോൾ ഗാനവും സ്കൂൾ മാനേജർ അച്ഛന്റെ സന്ദേശവും ആ ദിനത്തെ അവിസ്മരണീയമാക്കി. ശിശുദിനം വളരെ വിപുലമായി ആഘോഷിച്ചു.
ക്ലാസ് അടിസ്ഥാനത്തിൽ നടന്ന റാലിയിൽ കുട്ടികൾ മത്സരബുദ്ധിയോടെ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ആ ദിനത്തെ നിറമുള്ളതാക്കി തീർത്തു. ഈ വർഷം വിരമിക്കുന്ന ശ്രീമതി മിനി ജോസഫ്, ശ്രീമതി തങ്കമ്മ പീറ്റർ എന്നിവർ കുട്ടികൾക്ക് ആ ദിനത്തിൽ പ്രത്യേകം ഭക്ഷണം നൽകി. അവരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. സ്കൂൾ വാഹനം. യാത്രാ സൗകര്യം പരിമിതമായ മടമ്പത്തേക്ക് എത്തിച്ചേരാനുള്ള വിദ്യാർത്ഥികളുടെ പ്രയാസം മനസ്സിലാക്കി സ്കൂൾ വാഹനം ക്രമീകരിക്കുക എന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തിവരുന്നത് ശ്രീ ജോസ്മോൻ മാത്യു നേതൃത്വം നൽകുന്ന സ്കൂൾ വാഹന കമ്മിറ്റിയാണ്. ശ്രീ സുരേഷ് പി.കെ., ശ്രീ സിജോയ് ടി.ജെ., ശ്രീ ശ്രേയസ് എന്നീ ഡ്രൈവർമാരുടെയും ശ്രീമതി അജിത MP, ശ്രീമതി സൗമ്യ മനോജ്, ശ്രീമതി ഷൈനി ജോൺ, ശ്രീമതി സിൽവി, ശ്രീമതി നിഷ എന്നീ ആയമാരുടെയും കരുതലിലാണ് 750-ലധികം കുട്ടികൾ സ്കൂൾ ബസ്സുകളിൽ എത്തിച്ചേരുന്നുവെന്നത് ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. നഴ്സറി. 100ഓളം കുട്ടികൾ പഠിക്കുന്ന LKG, UKG ക്ലാസുകൾ ഈ വിദ്യാലയത്തിന്റെ അടിസ്ഥാനശില തന്നെയാണ്. ശ്രീമതി ഷൈനി ടീച്ചറിന്റെ നേതൃത്വത്തിൽ 4 അധ്യാപകർ ഇവിടെ സേവനം ചെയ്യുന്നു. അമ്മയും കുഞ്ഞും വിനോദയാത്ര, കലാകായിക മത്സരങ്ങൾ, ഓണം, ശിശുദിനം, ക്രിസ്മസ് ആഘോഷങ്ങൾ ഉൾപ്പെടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നഴ്സറിയും പങ്കുകൊള്ളുന്നു. മെച്ചപ്പെട്ട സിലബസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നൽകി കുട്ടികളെ വളർത്താനും അധ്യാപകർ ശ്രമിക്കുന്നു. ശ്രീ ലിജോ പുന്നൂസ്, ശ്രീമതി റിൻസി PC എന്നിവരുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയും ശ്രീ സന്തോഷ് പറമ്പേട്ടിന്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റിയും ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ച ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന നിരവധി മത്സരങ്ങൾക്ക് അപ്പോൾ തന്നെ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് ശ്രീമതി മേരി സേവ്യർ, ശ്രീമതി ജീനു ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. SSLC, LSS, USS, NMMS പരീക്ഷകൾ. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയവും 37 കുട്ടികൾക്ക് ഫുൾ A+ നേടുവാൻ സാധിച്ചു. അതുപോലെ 14 കുട്ടികൾക്ക് USSഉം 8 കുട്ടികൾക്ക് LSSഉം 2 കുട്ടികൾക്ക് NMMSഉം നേടാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെ അറിയിക്കുന്നു. MLA MP ഫണ്ടുകൾ. ബഹുമാനപ്പെട്ട കണ്ണൂർ MP ശ്രീ K. സുധാകരൻ നമ്മളുടെ സ്കൂളിന് ബസ് വാങ്ങാൻ 10 ലക്ഷം രൂപയും, ഇരിക്കൂർ MLA ശ്രീ സജീവ് ജോസഫ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയും, രാജ്യസഭാ MP ശ്രീ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് കമ്പ്യൂട്ടർ ലാബിലേക്ക് ലാപ്ടോപ്പുകൾ വാങ്ങാൻ 5 ലക്ഷം രൂപയും അനുവദിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒപ്പം ഈ അവസരത്തിൽ അവരെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഈ അധ്യയന വർഷത്തെ നേട്ടങ്ങൾ. ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ നടത്തിയ നാഷണൽ ടാലന്റ് ഹണ്ട് പരീക്ഷയിൽ 9D ക്ലാസ്സിലെ അഭിനവ് മഹേഷ് വിജയിച്ച് ഫെലോഷിപ്പിന് അർഹത നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ഇരിക്കൂർ ഉപജില്ലയിൽ നിന്നും നമ്മുടെ സ്കൂളിലെ 5E ക്ലാസ്സിലെ ഫാത്തിമ സിദ്ദിഖ് PP തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റിൽ സംസ്ഥാന ക്രിക്കറ്റ് ടീമിലേക്ക് യോഗ്യത നേടിക്കൊണ്ട് മുഹമ്മദ് K ഈ വിദ്യാലയത്തിന്റെ യശസ്സുയർത്തി. കണ്ണൂർ റവന്യൂ ജില്ലാതല ഗണിതശാസ്ത്രമേളയിൽ നമ്പർ ചാർട്ടിൽ ദീക്ഷിത S. നമ്പ്യാർ A ഗ്രേഡ് കരസ്ഥമാക്കി. സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ജില്ലാ ടീമിലേക്ക് സബ് ജൂനിയർ വിഭാഗത്തിൽ സെലക്ഷൻ നേടി മുഹമ്മദ് ഹാദി K സ്കൂളിന്റെ അഭിമാനമായി മാറി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് സെന്റർ ഫോർ ഔട്ട്റീച്ച് ആൻഡ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സ്കൂൾ കണക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ഷോർട്ട് ടൈം കോഴ്സ് സിയ ഫാത്തിമ വിജയകരമായി പൂർത്തിയാക്കി. സംസ്ഥാന പാഠപുസ്തക രചനാ സമിതിയിൽ അംഗമായ ഈ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ലിബിൻ K. കുര്യൻ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ അധ്യാപകർക്കായി നടത്തപ്പെട്ട ICT ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ സർഗോത്സവത്തിൽ ദേവാമൃത K ഉപന്യാസ രചനയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഓഫീസ് പ്രവർത്തനം. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ കഴിയുന്നത്ര നേരത്തെ നിറവേറ്റുക എന്ന ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീ ബിജു തോമസിന്റെ നേതൃത്വത്തിലുള്ള അനധ്യാപക ടീം മടമ്പം മെയിൻലാൻഡ് ഹൈസ്കൂളിന്റെ അഭിമാനം തന്നെയാണ്. ഉപസംഹാരം. ശ്രീ ബിജുമോൻ NM സീനിയർ അസിസ്റ്റന്റായും ശ്രീ റോയ്മോൻ ജോസ് സ്റ്റാഫ് സെക്രട്ടറിയായും ഉള്ള സ്റ്റാഫ് അംഗങ്ങളുടെയും ശ്രീ സജി കുര്യൻ PTA പ്രസിഡന്റായ കമ്മിറ്റിയുടെയും ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ സഹകരണത്താലാണ് 2025-26 അധ്യയന വർഷത്തെ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചത് എന്ന വസ്തുത ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ അറിയിക്കട്ടെ. ഈ അധ്യയന വർഷത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാൽ വിവിധ ഒഴിവുകളിൽ ചുരുങ്ങിയ നാളുകളിൽ ജോലി ചെയ്ത് കടന്നുപോയ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കായി എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും തന്ന് പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയം അതിരൂപത മേലധ്യക്ഷന്മാരായ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനോടും മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനോടും കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ഡോക്ടർ
തോമസ് പുതിയകുന്നേൽ അച്ഛനോടും പാരിഷ് ഹാൾ ഉൾപ്പെടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യാനുസരണം വിട്ടുതരുന്ന ലോക്കൽ മാനേജർ ബഹുമാനപ്പെട്ട സജി മെത്താനത്തച്ഛനോടും കൈക്കാരന്മാരോടും പാരിഷ് കൗൺസിൽ അംഗങ്ങളോടും സ്നേഹം നിറഞ്ഞ നാട്ടുകാരോടും ഈ വിദ്യാലയത്തിനുള്ള നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കട്ടെ. സർവോപരി മടമ്പം മേൽലാൻഡ് സ്കൂളിനെ ഉള്ളം കൈയിൽ വിമല ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു എന്ന് ഹെഡ്മാസ്റ്റർ ഷാജു ജോസഫ്.